നിങ്ങളുടെ വീടിനെ സമ്പൂർണ്ണമായി ഓട്ടോമേഷൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഓട്ടോമാറ്റിക്കായി അടയ്ക്കാനും തുറക്കാനും കഴിയുന്ന ഗേറ്റ്, വീടിന് ചുറ്റുമായി സ്ഥാപിക്കാവുന്ന സർവൈലൻസ് ക്യാമറകൾ, വീടിന് പുറത്തു നിൽക്കുന്നവരോട് അകത്തുനിന്ന് സംസാരിക്കാനാകുന്ന ഡോർ ഫോൺ, റിമോട്ട് സിസ്റ്റം വഴി ക്ലോസ് ചെയ്യാനും തുറക്കാനുമാകുന്ന കർട്ടനുകൾ, റിമോട്ട് വഴി ഓപ്പറേറ്റ് ചെയ്യാവുന്ന ലൈറ്റുകൾ, ഫാനുകൾ, വിരൽ സ്പർശനം വഴി തുറക്കാവുന്ന ലോക്കുകൾ, സെൻസർ ടാപ്പുകൾ. നിങ്ങളുടെ വീടിനെ ഇങ്ങനെ സമ്പൂർണ്ണമായി ഒരു ഇലക്ട്രിക് ഹോമായി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉടൻ വിളിക്കുക. ഫോൺ നമ്പർ 9388504030. അക്രമികളിൽ നിന്നും പിടിച്ചുപറിക്കാരിൽ നിന്നും നിങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാനും നിങ്ങളുടെ ജീവിതം അനായാസകരമാക്കാനുമായി ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ വീടിനെ സമ്പൂർണ്ണമായി ഓട്ടോമേറ്റ് ചെയ്യുക. അതിനായി ഉടൻ വിളിക്കുക. ഫോൺ നമ്പർ 9388504030. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9388504030. നമസ്കാരം. ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ ജന്മദിനാഘോഷ തിരക്കിലാണ് നാം ഇപ്പോൾ. പിറന്നു വീണത് കാലിത്തൊഴുത്തിലാണെങ്കിലും ലോകമെമ്പാടുമുള്ള എത്രയോ കോടി മനോഹര സൗധങ്ങളുടെ നാഥനാണിന്ന് യേശുക്രിസ്തു. ഓരോ വീട്ടിലും സ്നേഹവും സമൃദ്ധിയും ഐശ്വര്യവും ശാന്തിയും നിറയ്ക്കുന്ന രക്ഷകൻ. ഐശ്വര്യസമ്പന്നമായ അത്തരം മനോഹരങ്ങളായ വീടുകൾ സ്വപ്നം കാണുന്ന മലയാളികൾക്ക് മുന്നിൽ മനോഹരങ്ങളായ വീടുകളുടെ നിർമ്മാണ വിശേഷങ്ങളുമായി വാസ്തു പരമ്പരയുടെ ഏറ്റവും പുതിയ എപ്പിസോഡ് ഇതായി എത്തുന്നു. സ്വാഗതം ഈ എപ്പിസോഡിന്റെ കാഴ്ചകളിലേക്ക്. കോട്ടയം ജില്ലയിൽ മുട്ടുചിറയ്ക്കടുത്തുള്ള പുത്തൻപുരയ്ക്കൽ ബേബി ജോസഫ് നിർമ്മിച്ച അതീവ സുന്ദരമായ പുത്തൻ വീടിന്റെ നിർമ്മാണ വിശേഷങ്ങളാണ് വാസ്തുവിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. 5 കിടപ്പുമുറികളും അനുബന്ധ സൗകര്യങ്ങളുമായി 6000-ഓളം സ്ക്വയർ ഫൂട്ട് വലുപ്പത്തിൽ നിർമ്മിച്ച ഒരു വീടാണ് അത്. പ്രമുഖ രജിസ്റ്റേർഡ് സിവിൽ എഞ്ചിനീയറായ ശ്രീ ആർ ബിജുരാജിന്റെ രൂപകൽപ്പനയിൽ നിർമ്മിച്ച ആ വീടിന്റെ കുറച്ച് ദൃശ്യങ്ങൾ ഇതാ. കാണാം ശ്രീ പുത്തൻപുരയ്ക്കൽ ബേബി ജോസഫിന് വേണ്ടി ശ്രീ ആർ ബിജുരാജ് രൂപകൽപ്പന ചെയ്ത വീടിന്റെ വിശദമായ കാഴ്ചകൾ. പുത്തൻപുരയ്ക്കൽ ഹൗസ്, കോട്ടയം മുട്ടുച്ചിറയിൽ അടുത്തിടെ നിർമ്മാണം പൂർത്തിയായ മനോഹരമായൊരു വീടാണിത്. 40 സെന്റോളം വലിപ്പമുള്ള വിശാലമായൊരു ഹൗസ് പ്ലോട്ടിൽ 6000-ഓളം സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ നിർമ്മിച്ച ഇരുനിലയുള്ള ഒരു വീട്. മുട്ടുച്ചിറ ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. യേശുദേവൻ നമുക്ക് കാട്ടിത്തന്ന സഹനം നിറഞ്ഞ ജീവിത രീതി ശിരസാ വഹിച്ച് സ്വന്തം ജീവിതം ഒരു പ്രാർത്ഥനയും ബലിയുമാക്കി മാറ്റി മരണാനന്തരം വാഴ്ത്തപ്പെട്ടവളായി മാറിയ വിശുദ്ധ അൽഫോൻസാമ തന്റെ ബാല്യ കൗമാരങ്ങൾ ചെലവഴിച്ച ഗ്രാമമാണ് ഇത്. അൽഫോൻസാമ ജീവിച്ച മുരിക്കൻ തറവാടിന്റെ തൊട്ടു ചേർന്നാണ് അൽഫോൻസാമയുടെ തിരുരൂപം പ്രതിഷ്ഠിച്ച ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന് വെളിയിലും വീട്ടകത്തുമായി അൽഫോൻസാമയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. 2 ആഴ്ചകൾക്ക് മുൻപ് മാത്രം നിർമ്മാണം പൂർത്തിയായ ഒരു വീട് കൂടിയാണിത്. ആർക്കിടെക്ചറലായ ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു വീട്. കേരളത്തിന്റെ ട്രഡീഷണൽ ആർക്കിടെക്ചറും മോഡേൺ ആർക്കിടെക്ചറും ബ്ലെൻഡ് ചെയ്തൊരുക്കിയ ഒരു വീടാണിത്. ടൈൽസ് മേഞ്ഞ സ്ലോപ്പിംഗ് റൂഫും നീണ്ട മുൻവരാന്തയും ഒക്കെയായി ഒട്ടേറെ ട്രഡീഷണൽ എലമെന്റ്സുകളുള്ള ഒരു വീട്. ഒപ്പം കണ്ടംപററി ആർക്കിടെക്ചറിന്റെ നിരവധി ഫീച്ചേഴ്സുമുണ്ട് ഇതിന്റെ എക്സ്റ്റീരിയറിൽ. ഈ വീടിന്റെ ഉൾമുറികളാകട്ടെ ഏറെ മോഡേണും. ഈ ഫോമൽ ലിവിംഗ് സ്പേസ് അതിനരികിലായി തന്നെ ഒരുക്കിയ ഫാമിലി ലിവിംഗ് സ്പേസ്, ഫാമിലി ലിവിംഗിൽ നിന്ന് ആക്സസ് നൽകി ഒരുക്കിയ ഓപ്പൺ കിച്ചൺ, വീടിന്റെ സെൻട്രൽ പോർഷനിലായി ഒരുക്കിയ ഡൈനിങ് സ്പേസ്, ഈ പാരന്റ്സ് ബെഡ്റൂം, ഈ മാസ്റ്റർ ബെഡ്റൂം എന്നീ സൗകര്യങ്ങളാണ് ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ. ഈ അപ്പർ ലിവിംഗ് സ്പേസ്
ഈ ഗസ്റ്റ് ബെഡ്റൂം, ഈ കിഡ്സ് ബെഡ്റൂമായി തന്നെ കൺസീവ് ചെയ്ത ഈ കിടപ്പറ, ഈ ജിംനേഷ്യം, ഇത്രയും സൗകര്യങ്ങൾ ഇതിന്റെ അപ്സ്റ്റെയറിലുമുണ്ട്. ഇങ്ങനെ 5 കിടപ്പറകളും അനുബന്ധ സൗകര്യങ്ങളുമായി ഒരുക്കിയ ഒരു വീടാണിത്. 6000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു ആഡംബര സൗധം. മുട്ടുച്ചിറ സ്വദേശിയും ഓസ്ട്രേലിയൻ മലയാളിയുമായ ശ്രീ ബേബി ജോസഫിന്റേതാണ് ഈ വീട്. ഭാര്യ ലിസയും മക്കളായ അലൻ, ആകാഷ് എന്നിവരാണ് ഈ വീട്ടിലെ ഇതര അംഗങ്ങൾ. ഈ 4 അംഗ കുടുംബത്തിനായി പാരമ്പര്യ ഗൃഹശൈലിയും ആധുനിക ഗൃഹനിർമ്മാണ ശൈലിയും സമന്വയിപ്പിച്ച് ഈ വീട് ഒരുക്കിയത് എറണാകുളത്തെ വിന്റേജ് ഹോംസിലെ ചീഫ് ഡിസൈനറും പന്തളം സ്വദേശിയുമായ പ്രമുഖ ചാർട്ടേഡ് സിവിൽ എഞ്ചിനീയർ ശ്രീ ആർ ബിജുരാജ് ആണ്. ഒരു വിദേശ മലയാളിയുടെ വീടിന് വേണ്ട എല്ലാവിധ പ്രൗഢിയും കൂട്ടിയിണക്കിക്കൊണ്ടാണ് ശ്രീ ആർ ബിജുരാജും സഹപ്രവർത്തകരായ അരുൺ ജി പണിക്കർ, ലിബിൻ CC എന്നിവരും ചേർന്ന് ഈ വീട് ഒരുക്കിയത്. ഞാൻ ഏതാണ്ട് ഒരു 22 വർഷമായിട്ട് മസ്കറ്റിലും അബുദാബിയിലും ഇപ്പോൾ ഓസ്ട്രേലിയയിലും ജോലിയും ബിസിനസ്സും ഒക്കെ ആയിട്ട് കഴിയുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു വീട് നാട്ടിൽ തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞ് ഞങ്ങളത് കുടുംബസമേതം ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷണത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള ആർക്കിടെക്ട് മിസ്റ്റർ ബിജുരാജുമായിട്ട് പരിചയപ്പെടാനിടയായത്. അങ്ങനെ മിസ്റ്റർ ബിജുരാജുമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ മനസ്സിലായി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ കാണുന്നത്. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇന്ന് ഈ വീട് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. $40 സെന്റുള്ളൊരു പ്ലോട്ടിലാണ് ഈ വീട്. വടക്ക് ദർശനമായുള്ളതാണ് പ്ലോട്ട്. റോഡിന് അഭിമുഖമായി വടക്ക് ഭാഗത്തേക്ക് ഫ്രണ്ട് എലിവേഷൻ വരും വിധമാണ് ആർ ബിജുരാജ് ഇതിന്റെ ഡിസൈൻ ഒരുക്കിയത്. ആർക്കിടെക്ചറലായി ഒരു ഫ്യൂഷൻ സ്റ്റൈൽ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഇതിന്റെ എക്സ്റ്റീരിയർ സ്റ്റൈൽ. ഓടുമേഞ്ഞ സ്ലോപ്പിംഗ് റൂഫ്, വീടിന്റെ മുൻവശമാകെ കവർ ചെയ്യുന്ന വലിയ വരാന്ത, അതിലെ ഉരുളൻ തൂണുകൾ എന്നിങ്ങനെ ട്രഡീഷണൽ വാസ്തുവിന്റെ നിരവധി എലമെന്റുകൾ, എന്നാൽ മോഡേൺ ആർക്കിടെക്ചറിന്റെ എലമെന്റുകളായ പർഗോള റൂഫ്, ചുമരിലെ ഗ്രൂവ് വർക്ക്, സ്റ്റോൺ ക്ലാഡിംഗ് എന്നിവയും ഈ വീടിനുണ്ട്. ഫ്രഞ്ച് വിൻഡോകളോട് സാദൃശ്യം തോന്നുന്ന വലിയ ജനാലകളുണ്ട്. അങ്ങനെ ഫ്യൂഷൻ സ്റ്റൈൽ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഇതിന്റെ എക്സ്റ്റീരിയർ. ഈ വീടിന്റെ എക്സ്റ്റീരിയർ ഒരു ഫ്യൂഷൻ സ്റ്റൈലിലാണ് നൽകിയിരിക്കുന്നത്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന കേരള ട്രഡീഷണൽ സ്റ്റൈലും അതുപോലെ ഒരു മോഡേൺ സ്റ്റൈലൂടെ മിക്സപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂഷൻ സ്റ്റൈലിലാണ് നൽകിയിരിക്കുന്നത്. അതിനൊരു കാരണം ഈ അടുത്ത കാലത്തായിട്ട് ഈ ഒരു ഫ്യൂഷൻ സ്റ്റൈൽ വളരെയധികം പ്രചാരം നേടിയിട്ടുണ്ട്. നമ്മുടെ ഒരു ട്രഡീഷണൽ കേരള സ്റ്റൈലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ അതിന് സ്ലോ പ്രൂഫ് വരും. ആ സ്ലോ പ്രൂഫ് വരുമ്പോൾ സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ മഴ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും അതിനെ ബാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീടിനുള്ളിൽ മൊത്തത്തിൽ ഒരു കൂൾ എഫക്റ്റ്, അതായത് ഒരു തണുപ്പ്, നമ്മുടെ ചൂട് അധികം അറിയാത്ത രീതിയിൽ ഒരു സ്റ്റൈലാണ് കേരള സ്റ്റൈൽ നമ്മൾ പണ്ട് തൊട്ടേ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് വരാന്ത വരുമ്പോൾ തന്നെ സൺലൈറ്റ് ഡയറക്റ്റ് റൂമിൻ്റെ ഭിത്തിയിലേക്ക് അടിക്കാതിരിക്കുകയും അപ്പോൾ അകത്ത് അധികം ചൂട് നമുക്ക് അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ട്രഡീഷണൽ സ്റ്റൈലിനോടൊപ്പം തന്നെ ഒരു മോഡേൺ പർഗോളാസും ഒക്കെ നൽകി ഒരു മിക്സപ്പ് സ്റ്റൈലിൽ നൽകിയപ്പോൾ അത് കൂടുതൽ മനോഹരമായി തോന്നി. ആ ഒരു രീതിയാണ് ഈ വീടിനും നൽകിയിരിക്കുന്നത്. വിശാലമായ പ്ലോട്ടിൽ റോഡിൽ നിന്ന് കുറെ അകലം പാലിച്ചാണ് വീടിനെ പ്ലേസ് ചെയ്തത്. റോഡിൽ നിന്നുള്ള കാഴ്ചയിൽ വീടിന്റെ എക്സ്റ്റീരിയർ നന്നായി എൻജോയ് ചെയ്യാൻ അത് സഹായിക്കും. റോഡിനോട് ചേർന്ന് ആകർഷകമായ കോമ്പൗണ്ട് വാളും ഗേറ്റും ഒരുക്കിയിട്ടുണ്ട്. കണ്ടംപററി സ്റ്റൈൽ പാറ്റേൺ ആണ് മതിലിനും ഗേറ്റിനും. ഒരു കാർ ഗേറ്റും ഒരു പെഡസ്ട്രിയൻ ഗേറ്റുമാണ് ഈ വീട്ടിനുള്ളത്. വലിയ പ്ലോട്ട് ആയതിനാൽ ഫ്രണ്ടിലും വശങ്ങളിലുമായി
മനോഹരമായ ലാൻഡ്സ്കേപ്ഡ് ഗാർഡനും നൽകിയിട്ടുണ്ട്. കാർ ഗേറ്റ് കടന്നാൽ ഗാർഡന് നടുവിലൂടെ ഭംഗിയാർന്ന ഡ്രൈവേയും നൽകിയിട്ടുണ്ട്. വീടിന്റെ നേരെ മുന്നിലും ഒരു വശത്തുമായി 2 കാർ പോർച്ചുകളുണ്ട്. കാർ പോർച്ചുകളുടെ റൂഫും എക്സ്റ്റീരിയറും മനോഹരമായ എലമെന്റുകളാക്കിയിട്ടുണ്ട് ഇവിടെ. ഫ്രണ്ടിലെ കാർ പോർച്ചിൽ നിന്നും സൈഡ് കാർ പോർച്ചിൽ നിന്നും വരാന്തയിലേക്കും തുടർന്ന് വീട്ടിലേക്കും പ്രവേശിക്കാവുന്ന വിധമാണ് രൂപകൽപ്പന. ഫ്രണ്ട് സൈഡ് കാർ പോർച്ചിന് നേരെയാണ് എൻട്രി ഡോർ. ഗ്രൂവിംഗ് വർക്കും മണിച്ചിത്രത്താഴിനെ ഓർമ്മിപ്പിക്കുന്ന ലോക്കുകളുമൊക്കെയായി ഭംഗിയാർന്ന ഡോർ. ഇത് തുറക്കുന്നത് വീട്ടിനുള്ളിലെ ആദ്യ ഇടമായ ഫോമൽ ലിവിംഗിലേക്കാണ്. കോമ്പാക്ട് സ്റ്റൈലിൽ ഭംഗിയോടെ ഒരുക്കിയ ഒരു ലിവിംഗ് സ്പേസ്, 7ഓളം പേർക്കിരിക്കാവുന്ന സീറ്റിംഗ് അറേഞ്ച്മെന്റ്, കൗതുകം തോന്നിപ്പിക്കുന്ന ടീപോയ്, വാൾപേപ്പർ പതിച്ച ചുമർ, മോഡേൺ ആർട്ടിന്റെ ഭംഗി നിറഞ്ഞ ഷോപ്പീസ് എന്നിവയൊക്കെ ഈ ലിവിംഗിന്റെ പ്രത്യേകതയാണ്. നല്ല പ്രൈവസിയുമുണ്ട് ഈ മുറിക്ക്. ഇത് ഒരു ഫോമൽ ഗസ്റ്റിനെ മാത്രം ട്രീറ്റ് ചെയ്യാത്ത രീതിയിലാണ് ഈ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറ്റ് റൂമുകളിലേക്കൊന്നും തന്നെ ഒരു വ്യൂ കിട്ടാത്ത രീതിയിൽ, പ്രൈവസി കിട്ടത്തക്ക രീതിയിലാണ്, മറ്റ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ പ്രൈവസി കിട്ടത്തക്ക രീതിയിലുള്ള റൂമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു സീറ്റിംഗ് പാറ്റേൺ ആണ് ഇത് നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായ വാൾപേപ്പറും അതുപോലെ ക്യൂരിയസ് വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട്. വുഡ് ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അത് ഒരു സ്ട്രൈപ്സ് ഡിസൈൻ നൽകി മനോഹരമാക്കിയിരിക്കുന്നു. വളരെ ആസൂത്രിതമായി ഒരുക്കിയ ഉൾമുറികളാണ് ഈ വീടിൻ്റേത്. നല്ല ഓപ്പൺനെസ് ഫീൽ ചെയ്യുന്ന ഉൾമുറി, ഈ ലിവിംഗ് സ്പേസ്, ഈ ഫാമിലി ലിവിംഗ്, ഈ കിച്ചൺ, ഈ ഡൈനിങ് ഏരിയ, പ്രയർ ഏരിയ എന്നിങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത മുറികൾ, നല്ല വിശാലത ഫീൽ ചെയ്യിക്കുന്ന ഈ രൂപകൽപ്പന. ഈ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മിസ്റ്റർ ബിജുരാജിൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരമായിരുന്നു. ഈ ബെഡ്റൂമിൻ്റെ പ്രൈവസി മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ റൂംസിനും ഒരു ഓപ്പൺ ഫീലിങ്സ് വേണം. പ്രത്യേകിച്ച് ഈ ലിവിങ്ങിലായാലും കിച്ചണിലായാലും ഡൈനിങ്ങിലായാലും എല്ലായിടത്തും നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ അത് വളരെ പ്രധാനമാണ്. അത് ഞങ്ങൾക്കൊരു ആഗ്രഹമായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സംഭവമായിട്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്കത് ഫീൽ ചെയ്യുകയാണ്. ഫോമൽ ലിവിംഗ് ഏരിയ കോമ്പാക്റ്റ് ആയാണ് ഡിസൈൻ ചെയ്തതെങ്കിലും ഇതിനെ ഡൈനിങ് പ്രയർ ഏരിയയുമായി കണക്ട് ചെയ്യാവുന്ന ഒരു ഡിസൈൻ ടെക്നിക്കും ശ്രീ ബിജുരാജ് സ്വീകരിച്ചിട്ടുണ്ട്. ഈ പാർട്ടീഷൻ വാൾ തുറന്നാൽ ലിവിംഗ് ഏരിയയെ ഡൈനിങ് പ്രയർ ഏരിയകളുമായി കണക്ട് ചെയ്യാനാകും. ഈ ഫോമൽ ലിവിംഗിൽ നിന്ന് എൻട്രി നൽകിയാണ് ഫാമിലി ലിവിംഗ് സ്പേസിന്റെ രൂപകൽപ്പന. ഡേ ടൈമിൽ ഫാമിലി മെമ്പേഴ്സിന് ഇരിക്കാനും സംസാരിക്കാനും TV കാണാനും നെറ്റ് ബ്രൗസ് ചെയ്യാനും ഒക്കെ പറ്റിയ ഇടമായാണ് ഇതൊരുക്കിയിട്ടുള്ളത്. ഡബിൾ ഹൈറ്റ് റൂഫ്, ഓപ്പൺ കിച്ചൺ, ഡൈനിങ് ഏരിയ എന്നിവിടങ്ങളിലേക്ക് ആക്സസും നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് കളർ സോഫ സെറ്റിയാണ് ഇവിടത്തെ ഇരിപ്പിടം. നേരെ മുകളിലെ ഷാങ്ലിയർ സുന്ദരമായൊരു കാഴ്ചയാണ്. പകൽ നേരം കുടുംബാംഗങ്ങൾ ഏറെ നേരം ചെലവിടുന്ന ഒരു ഏരിയയാണിത്. ഫാമിലി ലിവിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഫാമിലി ഇൻട്രാക്ഷൻ നടക്കുന്ന ഒരു റൂമാണ് ഫാമിലി ലിവിങ്. അതുപോലെ തന്നെ TV കാണുവാനും ഫാമിലി മെമ്പേഴ്സിന് ഒന്നിച്ച് ഇരുന്ന് സംസാരിക്കുവാനും ഒക്കെ ഉള്ള കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഫാമിലി ലിവിങ്. ഇവിടെ ഈ ഫാമിലി ലിവിങ്ങിന് ഒരു കമ്പ്യൂട്ടർ ടേബിളൂടെ നൽകിയിട്ടുണ്ട്. കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ കിച്ചണിൽ നിന്ന് പേരൻസിന് ഒബ്സർവ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടർ ടേബിൾ ഓപ്പൺ ഏരിയയിൽ തന്നെ നൽകിയിരിക്കുകയാണ്. അതുപോലെ വുഡൻ ഫ്ലോറിംഗ് നൽകിയിരിക്കുന്നു. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഡബിൾ ഹൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു നല്ല ഒരു ഏരിയ ആയിട്ടാണ് ഈ റൂമിനെ മാറ്റിയിരിക്കുന്നത്. ഫാമിലി ലിവിംഗിൽ നിന്ന് ആക്സസ് നൽകി ഒരുക്കിയതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ഈ വീടിന്റെ ഒത്ത മധ്യത്തിലുള്ള മുറി, 8 സീറ്ററായ ഈ ഡൈനിങ് അറേഞ്ച്മെന്റ്, ഗ്രൗണ്ട് ഫ്ലോറിലെ എല്ലാ മുറികളിൽ നിന്നും ഇവിടേക്ക് ആക്സസ് ഉണ്ട്. ഫോമൽ ലിവിംഗ്, ഫാമിലി ലിവിംഗ്
കിച്ചൺ, പ്രെയർ ഏരിയ, ഗ്രൗണ്ട് ഫ്ലോറിലെ 2 കിടപ്പറകൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ആക്സസ് ഉള്ള മുറി. അരികിൽ ഒരു ക്രോക്കറി ഷെൽഫുമുണ്ട്. ഒരരികെ ചേർന്നാണ് വാഷ് കൗണ്ടർ. അവിടുത്തെ ക്ലാഡിംഗ് വർക്കും ആകർഷകം. ഇത് ഈ വീടിൻ്റെ ഒരു കോർ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഭാഗത്താണ് 2 ബെഡ്റൂമുകളുള്ളത്. ഇവിടെ ഫാമിലി ലിവിങ്, അതുപോലെ ഫോമൽ ലിവിങ്, ഓപ്പൺ കിച്ചൺ, പ്രെയർ റൂം, ഇതെല്ലാം ഈ റൂമിന് സറൗണ്ടഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ റൂമുകളിലേക്കും ഒരു ഈസി ആക്സസ് ഈ റൂമിൽ നിന്നും ലഭിക്കുന്നുണ്ട്. കിച്ചണിലേക്കും അതുപോലെ ഫോമൽ ലിവിങ്ങിലേക്കും എല്ലാം വളരെ ഒരു ഈസി ആക്സസ് ഈ റൂമിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ ഫോമൽ ലിവിങ്ങിൽ നിന്ന് ഡയറക്റ്റ് ഒരു വ്യൂ ഈ ഡൈനിങ്ങിലേക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഒരു പാർട്ടീഷൻ വാൾ നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഡയറക്റ്റ് വ്യൂ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ക്രോക്കറി ഷെൽഫ് ഇവിടെ വന്നതുകൊണ്ട് ഫാമിലി ലിവിങ്ങിൽ നിന്ന് ഒരു ഡയറക്റ്റ് വ്യൂ ഈ റൂമിലേക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു പാർഷ്യൽ പ്രൈവസി ലഭിക്കത്തക്ക രീതിയിലാണ് ഈ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്നും ഫാമിലി ലിവിങ്ങിൽ നിന്നും ആക്സസ് നൽകിയുള്ളതാണ് ഇവിടുത്തെ കിച്ചൺ. ഓപ്പൺ സ്റ്റൈൽ ഡിസൈൻ. അതിനാൽ ഒരു പാൻട്രി കം കിച്ചൺ എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇതിന്റെ രൂപകൽപ്പന. ഡൈനിങ്ങുമായി നല്ല പ്രോക്സിമിറ്റിയുമുണ്ട്. സ്റ്റെയർ കേസിനും കിച്ചണും മധ്യേയുള്ള ഈ പ്ലാറ്റ്ഫോം കൗണ്ടർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായും ഉപയോഗിക്കാം. കിച്ചൺ സ്പേസിലേക്ക് നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ പാകത്തിൽ മുകളിൽ പെർഗോള റൂഫാണ് നൽകിയിട്ടുള്ളത്. ഭംഗിയാർന്ന കൗണ്ടർ ടോപ്പ്, സ്റ്റോറേജ് ക്യാബിനുകൾ, മോഡേൺ കിച്ചൺ ആക്സസറീസ് എന്നിവയൊക്കെ ഈ അടുക്കളയെ ആകർഷകമാക്കുന്നുണ്ട്. അരികിലായി പ്രത്യേക മുറിയായി വർക്കിംഗ് കിച്ചണും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. ഒരു ഓപ്പൺ കിച്ചൺ ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. അതിനനുസരിച്ചാണ് ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്നും അതുപോലെ തന്നെ ഫാമിലി ലിവിങ്ങിൽ നിന്നും ഫോമൽ ലിവിങ്ങിൽ നിന്നും ഒക്കെ തന്നെ ഒരു വ്യൂ ലഭിക്കത്തക്ക രീതിയിലാണ് കിച്ചൺ ഓപ്പൺ കിച്ചണായിട്ട് തന്നെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ വളരെ ഹാർഡായിട്ടുള്ള നമ്മുടെ കേരള സ്റ്റൈൽ കുക്കിംഗ് ഒന്നും ഈ കിച്ചണകത്ത് പറ്റില്ല. കാരണം അതിൻ്റെ സ്മെല്ലൊക്കെ മറ്റ് റൂമുകളിലേക്ക് വരുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു വർക്കിംഗ് കിച്ചണും അതുപോലെ പുറത്തൊരു ഔട്ട് ഹൗസും ഈ റൂമിന് ഈ വീടിന് പ്രത്യേകമായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു പ്രെയർ റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡൈനിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ, ഫാമിലി ലിവിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു വിശാലമായ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രെയർ റൂം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇനി വീട്ടിലുള്ള അടുത്ത സൗകര്യങ്ങൾ 2 കിടപ്പറകളാണ്. അതിലൊന്ന് ഇതാണ്, പാരന്റ്സ് ബെഡ്റൂം. വിശാലമായ മുറി, ഭംഗിയാർന്ന ശയ്യ, ഹെഡ് വാളിന് നൽകിയ ഡിസൈൻ വർക്ക്, ചുമരിലെ വാൾപേപ്പർ ഡിസൈൻ, ബ്ലൈൻഡ് കർട്ടനുകൾ, ആകർഷകമായ ലൈറ്റിംഗ്, വാർഡ്രോബ്, അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവയൊക്കെ ഈ കിടപ്പറയുടെ പ്രത്യേകതകളാണ്.
ബെഡ്റൂമുകളാണുള്ളത്. അതിൽ 2 ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലും 3 ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലും. അതിൽ മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് വളരെ ഒരു പുതുമ ലഭിക്കത്തക്ക രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു റൂമാണ്. ഒരുപാട് ഹാർഡ് കളേഴ്സൊന്നും നൽകിയിട്ടില്ല. ലൈറ്റ് കളറാണ് ഈ ഭിത്തികൾക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തക്ക രീതിയിലുള്ള ഡിസൈൻ വർക്കും അതുപോലെ വാൾപേപ്പർ വർക്കും നൽകിയിരിക്കുന്നു. ഒരു പീസ്ഫുൾ മൂഡ് ക്രിയേറ്റ് ചെയ്തക്ക രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് പാറ്റേൺ ഇവിടെ നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കർട്ടൻസ് നൽകിയിരിക്കുന്ന റോളർ ബ്ലൈൻഡ്സ് ആണ്. ഇവിടുത്തെ മുകൾ നില സൗകര്യങ്ങൾ. ഈ ഗസ്റ്റ് ബെഡ്റൂം കുട്ടികൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത 2 കിടപ്പറകൾ, സ്ക്വയർ ഫീറ്റിലേറെ വലിപ്പത്തിൽ ഒരു വീട്, അതും ഭംഗിയാർന്ന എക്സ്റ്റീരിയറും അതീവ ചാരുതയാർന്ന ഇന്റീരിയറുമായി ഒരുക്കിയ വീട്. ശ്രീ ബേബി ജോസഫിന് വേണ്ടി ആർ ബിജുരാജും സഹപ്രവർത്തകരായ അരുൺ ജി പണിക്കരും ലിബിൻ സിസിയും ചേർന്ന് 11 മാസം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയത്.